എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രൊഫസർ PS വേലായുധൻ്റെ ലോകചരിത്രത്തിലെ 13ാമത്തെ ചാപ്റ്ററാണ് മീഡുകളും പേർഷ്യക്കാരും. മീഡുകളെക്കുറിച്ച് നോക്കാം നമുക്ക്. മെസപ്പൊട്ടോമിയയിൽ പുതുതായി കുടിയേറി പാർത്ത ഒരു ജനതയാണ് മീഡുകൾ. അവരുടെ ആദിമദേശം ഏതായിരുന്നു എന്നതിന് വ്യക്തമായ തെളിവുകളൊന്നുമില്ല. അവർ ഇൻഡോ യൂറോപ്യൻ വർഗത്തിൻ്റെ ഒരു ശാഖയായിരുന്നു. ഏകദേശം BC 6000 ആണ്ടോടടുത്ത് അവർ കാസ്പിയൻ സമുദ്രത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ നിന്ന് പശ്ചിമേഷ്യയിലേക്ക് സഞ്ചരിച്ചതായിട്ട് ഊഹിക്കപ്പെടുന്നുണ്ട്. ബുക്കാറോ, സമർഖന്ത് എന്നീ പ്രദേശങ്ങൾ തരണം ചെയ്ത് അവർ തെക്കോട്ട് നീങ്ങി ഒടുവിൽ ഇറാൻ പീഠഭൂമിയിൽ എത്തിച്ചേർന്നു. പടിഞ്ഞാറ് മെസപ്പൊട്ടോമിയ മുതൽ തെക്ക് സിന്ധു നദീതടം വരെ പേർഷ്യൻ ഉൾക്കടലിൻ്റെ തീരപ്രദേശങ്ങളും സമീപത്തുള്ള കുന്നും പ്രദേശങ്ങളും ഉൾപ്പെടെ നീണ്ടുകിടക്കുന്ന വിസ്തൃത ഭൂവിഭാഗമാണ് ഇറാൻ പീഠഭൂമി. മീഡുകൾ ഈ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിരവാസമുറപ്പിച്ചു. അവരുടെ രാജ്യം മീഡിയ എന്ന പേരിൽ അറിയപ്പെടുന്നു. അവർ ശൈലപ്രദേശങ്ങളിൽ ഭവനങ്ങൾ നിർമ്മിച്ച് അവിടെ താമസമുറപ്പിച്ചുകൊണ്ട് ഇരുമ്പ്, ചെമ്പ്, ഈയം, സ്വർണം, വെള്ളി, മാർബിൾ, രത്നങ്ങൾ എന്നിവ ഖനനം ചെയ്തെടുക്കുകയും കുന്നുകളുടെ താഴ്വരകളിൽ വൻതോതിൽ കൃഷി ഇറക്കുകയും ചെയ്തു. സമരവീരന്മാരായ രാജാക്കന്മാരുടെ കീഴിൽ അവർ ഒരു സൈനിക ശക്തിയായി വളർന്നു. ആദ്യകാലത്ത് അവർക്ക് അസീരിയയുമായുള്ള സംഘട്ടനത്തിൽ പരാജയമാണുണ്ടായത്. എന്നാൽ BC 7ാം നൂറ്റാണ്ടിൽ സിയക്സാറസ് എന്ന പേരായ രാജാവിൻ്റെ നേതൃത്വത്തിൽ അസീരിയ ആക്രമിച്ച് തലസ്ഥാനമായ നിനേവ നശിപ്പിച്ചു. അദ്ദേഹമാണ് മീഡിയൻ സാമ്രാജ്യം സ്ഥാപിച്ചത്. ഈ സാമ്രാജ്യത്തിൽ അസീരിയ, മീഡിയ, പേർഷ്യ, അർമീനിയ, പൂർവ്വ ഏഷ്യ മൈനർ എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. എന്നാൽ അദ്ദേഹത്തിൻ്റെ കാലശേഷം സാമ്രാജ്യത്തിന് ശൈഥില്യം സംഭവിച്ചു. അരനൂറ്റാണ്ടിനുള്ളിൽ മീഡിയ രാജ്യം പേർഷ്യൻ രാജാവായ സൈറസിൻ്റെ ആക്രമണത്തിനിരയാവുകയും പേർഷ്യൻ സാമ്രാജ്യത്തിൽ ലയിക്കുകയും ചെയ്തു. അതിനുശേഷം പേർഷ്യക്കാരെന്ന് പറഞ്ഞാൽ അതിൽ മീഡുകളും ഉൾപ്പെട്ടിരുന്നു. മീഡിയ കൂടി ഉൾപ്പെടുന്ന രാജ്യത്തിനാണ് പേർഷ്യ എന്ന് പറഞ്ഞിരുന്നത്. മീഡുകളുടെ ആധിപത്യകാലം ഹ്രസ്വമായിരുന്നതിനാൽ അവർക്ക് കാര്യമായ സാംസ്കാരിക സംഭാവന നൽകാൻ വേണ്ടത്ര സമയം കിട്ടിയില്ല. എന്നിരുന്നാലും പേർഷ്യൻ സംസ്കാരത്തിൻ്റെ പശ്ചാത്തലം സൃഷ്ടിച്ചു എന്ന നേട്ടം അവരുടേതായി പറയാം. മീഡുകൾ പേർഷ്യക്ക് ആര്യൻ ഭാഷയും 36 ലിപികളുള്ള അക്ഷരമാലയും സംഭാവന ചെയ്തു. എഴുതാൻ കളിമൺ കട്ടകൾക്ക് പകരം ചർമ്മപാത്രം ഉപയോഗിക്കാൻ തുടങ്ങിയത് അവരാണ്. വാസ്തുശില്പത്തിലും അവർ വിദഗ്ധരായിരുന്നു. സ്വരാഷ്ട്രീയ മതം അവരുടെ ഇടയിലാണ് ഉത്ഭവിച്ചത്. പിതൃമേധാവിത്വത്തിലുള്ള കുടുംബജീവിതം, ബഹുഭാര്യത്വം, നിയമസംഹിത എന്നിവയെല്ലാം പേർഷ്യക്കാരുടെ ഇടയിൽ മീഡിയകളിൽ നിന്ന് സംക്രമിച്ചതാണ്. ഇനി പേർഷ്യക്കാരെന്ന് പറഞ്ഞാൽ മീഡുകളുടെ പിൻഗാമികളാണ് പേർഷ്യക്കാർ. അവരും മീഡുകളെ പോലെ തന്നെ ഇൻഡോ യൂറോപ്യൻ വംശത്തിൽപ്പെട്ടവരാണ്. അവർ ഇറാൻ പീഠഭൂമിയുടെ ഉത്തരഭാഗത്താണ് വസിച്ചിരുന്നത്. ആദ്യകാലത്ത് അവർ മീഡുകളുടെ സാമന്തന്മാരായിരുന്നു. എന്നാൽ സൈറസ് എന്ന യുദ്ധവീരന്റെ നേതൃത്വത്തിൽ പേർഷ്യക്കാർ ഒരു വലിയ സൈനിക ശക്തിയായി തീർന്നു. BC 550 സൈറസ് മീഡിയ ആക്രമിച്ചു കീഴടക്കി പേർഷ്യ രാജ്യത്തോട് കൂട്ടിച്ചേർത്തു. തദനന്തരം BC 546 ലിഡിയും 537 ബാബിലോണിയയും കീഴടക്കി. BC 529 അദ്ദേഹം അന്തരിച്ചു. ലോകത്തിലുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ യുദ്ധവീരന്മാരിൽ ഒരാളാണ് സൈറസ്. അദ്ദേഹമാണ് പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകൻ. എന്നാൽ പേർഷ്യൻ രാജാക്കന്മാരിൽ ഏറ്റവും വലിയ മഹാൻ BC 521 മുതൽ 485 വരെ ഭരിച്ച ദാരിയസ് ഒന്നാമനാണ്. അതേവരെ ലോകത്തുണ്ടായിട്ടുള്ള സാമ്രാജ്യങ്ങളിൽ വെച്ച് ഏറ്റവും വിസ്തൃതമായൊരു സാമ്രാജ്യം സ്ഥാപിക്കാൻ ദാരിയസിന് സാധിച്ചു. പ്രസ്തുത സാമ്രാജ്യം വടക്ക് കാസ്പിയൻ കടലും കരിങ്കടലും വരെയും പടിഞ്ഞാറ് സിറിയ ഉൾപ്പെടെ മധ്യധരണ്യാഴി വരെയും വ്യാപിച്ചിരുന്നു. കിഴക്ക് ഇന്ത്യയിലെ സിന്ധു നദീതടവും ഗാന്ധാരവും, യൂറോപ്പിൽ ത്രേസും, ആഫ്രിക്കയിൽ ഈജിപ്ത്, ലിഡിയയുടെ ഏതാനും ഭാഗം എന്നിവയും ദാരിയസിൻ്റെ സാമ്രാജ്യത്തിൽ ഉൾപ്പെട്ടിരുന്നു. ദാരിയസ് യുദ്ധവീരൻ മാത്രമല്ല, വിദഗ്ധനായ ഒരു ഭരണതന്ത്രജ്ഞൻ കൂടിയായിരുന്നു. സാമ്രാജ്യത്തിൻ്റെ 20 സത്രപങ്ങൾ അഥവാ പ്രവിശ്യകളായി അദ്ദേഹം വിഭജിച്ച് ഓരോ സത്രപത്തിനെയും ഭരണം നടത്താൻ ഓരോ സത്രപനെ അഥവാ ഗവർണറെ നിയമിച്ചു. എന്നാൽ സത്രപത്തിൻ്റെ സൈനികാധികാരം സത്രപനായിരുന്നില്ല. അതിനു പകരം സൈനികോദ്യോഗസ്ഥനുണ്ടായിരുന്നു. സത്രപന്മാർ രാജകുടുംബത്തിൽപ്പെട്ടവരോ പ്രഭുകുടുംബത്തിൽപ്പെട്ടവരോ ആയിരുന്നു.
ദാരിയസ് തന്റെ വിസ്തൃതമായ രാജ്യത്തിന്റെ നാനാഭാഗങ്ങളെയും പരസ്പരം കൂട്ടിയിണക്കുവാൻ ഒന്നാം തരം റോഡുകൾ നിർമ്മിച്ചു. ഭരണ തലസ്ഥാനമായ സൂസയും ലിഡിയയിലെ സാർഡിസ് നഗരവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന രാജകീയ പാതയ്ക്ക് ഏകദേശം 1500 മൈൽ നീളമുണ്ടായിരുന്നു. കുതിരപ്പുറത്ത് അതിവേഗം സഞ്ചരിക്കുന്ന സന്ദേശവാഹകന്മാരടങ്ങിയ ഒരു പോസ്റ്റൽ വകുപ്പും അദ്ദേഹം ഏർപ്പെടുത്തി. ലൈൽ നദിയും ചെങ്കടലും തമ്മിൽ കൂട്ടിയിണക്കുന്ന ഒരു വൻ തോട് ദാരിയസ് വെട്ടിയുണ്ടാക്കി. ദാരിയസ് നാവിക സഞ്ചാരം പ്രോത്സാഹിപ്പിക്കുകയും ഒരു വമ്പിച്ച കപ്പൽപ്പട സജ്ജമാക്കുകയും ചെയ്തു. അദ്ദേഹം പൊതുവെ തന്റെ സാമ്രാജ്യത്തിലെ പ്രജകളായ വിവിധ ജനവർഗങ്ങളോട് സഹിഷ്ണുതയോടുകൂടിയാണ് പെരുമാറിയത്. ഉദാഹരണമായി യഹൂദന്മാർക്ക് അവരുടെ മതനവോത്ഥാന സംരംഭം നിർബാധം നടത്താൻ സാധിച്ചു. ദാരിയസിന്റെ കാലത്താണ് ഗ്രീക്കുകാരും പേർഷ്യക്കാരും തമ്മിൽ സംഘടനം ആരംഭിച്ചത്. BC 500 ശേഷം ഏഷ്യ മൈനറിലെ അയോണിയൻ നഗരങ്ങൾ പേർഷ്യൻ സാമ്രാജ്യത്തിനെതിരായി വിപ്ലവം തുടങ്ങിയതാണ് ഈ സംഘടനത്തിന്റെ പ്രാരംഭം. ഏതൻസും മറ്റ് ഗ്രീക്ക് നഗര രാഷ്ട്രങ്ങളും അയോണിയൻ വിപ്ലവത്തിന് പിന്തുണ നൽകി. ഇതിന് പ്രതികാരം ചെയ്യാൻ ഒരു പേർഷ്യൻ സൈന്യം ഏതൻസിന്റെ നേർക്ക് പാഞ്ഞെടുത്തു. BC 490 ഗ്രീസിലെ മാരത്തോൺ എന്ന ഗ്രാമത്തിൽ വെച്ച് പേർഷ്യൻ സൈന്യവും ഏതൻസ് സൈന്യവും തമ്മിൽ വിധി നിർണായകമായ സമരം നടന്നു. ഉഗ്രമായ ഈ സംഘടനത്തിൽ പേർഷ്യൻ സൈന്യത്തിന് തോറ്റു പിന്മാറേണ്ടി വന്നു. രണ്ടാമത് യുദ്ധം ചെയ്യാനായി സന്നാഹം നടക്കുമ്പോൾ ദാരിയസ് മൃതിയടഞ്ഞു. ദാരിയസിന്റെ പിൻഗാമി അദ്ദേഹത്തിന്റെ പുത്രൻ സെർസസ് ആയിരുന്നു. അദ്ദേഹം ഗ്രീക്കുകാരുമായുള്ള യുദ്ധം തുടർന്നു. പേർഷ്യൻ ആക്രമണത്തെ ചെറുക്കാൻ ഏതൻസ്, സ്പാർട്ട എന്നീ പ്രമുഖ നഗര രാഷ്ട്രങ്ങളുടെ നേതൃത്വത്തിൽ ഒരു ഗ്രീക്ക് സഖ്യം ഉടലെടുത്തു. ഗ്രീസിലെ ഒട്ടുമിക്ക നഗര രാഷ്ട്രങ്ങളും ഈ സഖ്യത്തിൽ ചേർന്നു. സ്പാർട്ടയിലെ രാജാവായ ലിയോണിദാസിന്റെ നേതൃത്വത്തിൽ കേവലം 10,000 ഭടന്മാരടങ്ങിയ ഒരു ചെറു സൈന്യം തെർമോപ്പിലെ എന്നു പേരായ ചുരത്തിൽ പേർഷ്യക്കാരുടെ പ്രവേശനം നിരോധിച്ചുകൊണ്ട് നിലകൊണ്ടിരുന്നു. എന്നാൽ വഞ്ചകനായ ഒരു യവനൻ ഗ്രീസിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു രഹസ്യ മാർഗത്തെക്കുറിച്ച് ശത്രു സൈന്യത്തിന് വിവരം കൊടുത്തു. അങ്ങനെ തികച്ചും അപ്രതീക്ഷിതമായി പേർഷ്യൻ സൈന്യം രഹസ്യമാർഗങ്ങളിൽ കൂടി ഉള്ളിൽ പ്രവേശിച്ച് ലിയോണിദാസിന്റെ സൈന്യത്തെ പുറകിൽ കൂടി പെട്ടെന്ന് ആക്രമിച്ചു. ഗ്രീക്ക് സൈന്യം ധീരോദാത്തതയോടുകൂടി പൊരുതിയെങ്കിലും ഒടുവിൽ പരാജയപ്പെട്ടു. പേർഷ്യൻ സൈന്യം ഗ്രീസിന്റെ ഒരു വലിയ ഭാഗം ആക്രമിച്ച് കൊള്ള ചെയ്യുകയും കുറേ നാൾ ഏതൻസിൽ താവളമടിക്കുകയും ചെയ്തു. എന്നാൽ പേർഷ്യൻ സൈന്യത്തിന്റെ വിജയം ക്ഷണഭംഗുരമായിരുന്നു. തെർമോപ്പിലെ യുദ്ധം കഴിഞ്ഞ് അധികം താമസിയാതെ നടന്ന നാവിക യുദ്ധത്തിൽ പേർഷ്യക്കാർ പരാജയപ്പെടുകയും അതോടുകൂടി അവരുടെ അധപതനം ആരംഭിക്കുകയും ചെയ്തു. സെർസിന്റെ കാലശേഷം പേർഷ്യൻ സാമ്രാജ്യം ഛിന്നഭിന്നമായി. ഒടുവിൽ BC 330 ആണ്ടിൽ അത് അലക്സാണ്ടർ ചക്രവർത്തിയുടെ ആക്രമണത്തിനിരയായി തകർന്നു വീണു. ഇനി പേർഷ്യൻ നാഗരികതയെക്കുറിച്ചാണ് പറയാനുള്ളത്. പേർഷ്യൻ നാഗരികത അതിനു മുമ്പിലത്തെ നാഗരികതയുടെ ഒരു തുടർച്ചയായിരുന്നു. അത് മെസൊപ്പൊട്ടോമിയ, ഈജിപ്ത്, ലിബിയ, ഉത്തര പാലസ്തീൻ എന്നീ രാജ്യങ്ങളിലെ നാഗരികതകളോട് ഭാഗികമായി കടപ്പെട്ടിരുന്നു. പുരാതന മെസൊപ്പൊട്ടോമിയയിൽ നിന്ന് പേർഷ്യക്കാർ കൂണിഫോൺ ലിഖിത സമ്പ്രദായം സ്വീകരിച്ചു. എന്നാൽ കാലക്രമത്തിൽ അവർ അർമീനിയക്കാരുടെ അക്ഷരമാലയുടെ അടിസ്ഥാനത്തിൽ 39 അക്ഷരങ്ങളുള്ള ഒരു പുതിയ അക്ഷരമാല വാർത്തെടുത്തു. അവർ ഈജിപ്തുകാരുടെ സൗരപഞ്ചാംഗം ചില ഭേദഗതികളോടുകൂടി അംഗീകരിച്ചു. വിദേശ വ്യാപാരം വികസിപ്പിക്കുന്നതിനു വേണ്ടി പുതിയ സഞ്ചാരമാർഗങ്ങൾ കണ്ടുപിടിക്കുവാനും അവർ താൽപ്പര്യം പ്രദർശിപ്പിച്ചു. ശാസ്ത്രമണ്ഡലത്തിൽ അവരുടെ നേട്ടങ്ങൾ പൊതുവെ തുച്ഛമായിരുന്നു. എന്നാൽ വാസ്തുശില്പവിദ്യയിൽ പേർഷ്യക്കാർ വിലപ്പെട്ട സംഭാവനകൾ നൽകി. ബാബിലോണിയ, അസീറിയ, ഈജിപ്ത്, ഗ്രീസ് എന്നീ രാജ്യങ്ങളിലെ വാസ്തുശില്പകലയുടെ സമഞ്ജസമായ ഒരു സമ്മേളനമായിരുന്നു പേർഷ്യൻ ശില്പകലയിൽ ദൃശ്യമായിരുന്നത്. പേർഷ്യൻ ശില്പകലയുടെ സവിശേഷത അത് മതത്തിന്റെ കെട്ടുപാടിൽ പെട്ടുപോയിരുന്നില്ല എന്നുള്ളതാണ്. ദേവാലയ നിർമ്മിതിയിലല്ല, കൊട്ടാര നിർമ്മിതിയിലാണ് അവരുടെ ശില്പകലാ ചാതുര്യം പ്രകടമായത്. പിൽക്കാലത്ത് റോമ ചക്രവർത്തിമാർ അനുകരിച്ച കാര്യക്ഷമമായ ഒരു സാമ്രാജ്യ ഭരണമാണ് പേർഷ്യക്കാരുടെ ഇടയിൽ നിലവിലുണ്ടായിരുന്നത്. തത്വത്തിൽ രാജാവ് പരമാധികാരിയായിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ രാജാധികാരം പ്രഭുവർഗ ശക്തിയുടെ നിയന്ത്രണത്തിലായിരുന്നു. ഭരണം കാര്യക്ഷമമായിരുന്നതിനാലും നിയമസമാധാനം ഭദ്രമാക്കുന്നതിനാലും രാജ്യത്തുടനീളം ശാന്തിയും സമാധാനവും കളിയാടിയിരുന്നു. പ്രവിശ്യകൾ ഭരിച്ചിരുന്നത് സത്രപന്മാരാണെന്ന് മുമ്പ് കണ്ടുവല്ലോ. പ്രാദേശിക സ്വയംഭരണാവകാശം നൽകപ്പെട്ടിരുന്നതിനാൽ പൊതുവെ ജനങ്ങൾ സംതൃപ്തരായിരുന്നു. നികുതി ഭാരവും നിർബന്ധ തൊഴിൽ ദാനവും കൊണ്ട് ജനങ്ങൾ വിഷമിച്ചിരുന്നെങ്കിലും രാജ്യത്ത് സാരമായ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടായിരുന്നു. സാമ്രാജ്യ അതിർത്തിയിൽപ്പെട്ട ഓരോ പ്രദേശത്തിനും അതിൻ്റേതായ
ഭാഷ, നിയമങ്ങൾ, ആചാരങ്ങൾ, സന്മാർഗ സംഹിത, മതം, നാണയങ്ങൾ എന്നിവ നിലനിർത്തിക്കൊണ്ടുപോകാൻ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. ഇനി മതത്തെക്കുറിച്ച് പറയുമ്പോൾ പേർഷ്യക്കാരുടെ ഏറ്റവും മഹത്തായ സാംസ്കാരിക സംഭാവന അവരുടെ മതമാണ്. ആദ്യകാലങ്ങളിൽ അവർ ബഹുദൈവ ആരാധകരായിരുന്നു. മാജി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു പുരോഹിത വർഗമാണ് മതകാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത്. മജീഷ്യൻ എന്ന വാക്കിന്റെ ഉത്ഭവം പേർഷ്യൻ മാജിയിൽ നിന്നാണ്. മന്ത്രവാദം കൊണ്ട് ദുർവേദങ്ങളെ അട്ടിയോടിക്കുകയും സൽവേദങ്ങളെ പ്രീതിപ്പെടുത്തുകയുമായിരുന്നു പുരോഹിത വർഗത്തിന്റെ പ്രധാനപ്പെട്ട തൊഴിൽ. എന്നാൽ BC 6-ാം നൂറ്റാണ്ടിലെ ഏകദൈവാരാധനയിൽ കേന്ദ്രീകൃതമായ ഒരു പുതിയ മതം പേർഷ്യയിൽ ഉയർന്നു വന്നു. സ്വരാഷ്ട്രർ എന്ന മഹാൻ സ്ഥാപിച്ച സ്വരാഷ്ട്രീയ മതമാണിത്. സ്വരാഷ്ട്രർ BC 600-നടുത്തുള്ള കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത്. സദാചാര പ്രസ്ഥാനവും ഏകദൈവാരാധനയിൽ കേന്ദ്രീകൃതവുമാണ് അദ്ദേഹം സ്ഥാപിച്ച മതം. സർവശക്തനും സ്വർഗത്തിന്റെയും ഭൂമിയുടെയും മനുഷ്യന്റെയും സൃഷ്ടികർത്താവുമായ അഹൂരമസ്ത ആണ് സ്വരാഷ്ട്രീയ മതത്തിലെ ദൈവം. സത്യം, ധൈര്യം, നന്മ എന്നിവയുടെ നികേതനമാണ് അഹൂരമസ്ത. ജീവന്റെയും പ്രകാശത്തിന്റെയും ദൈവമായ അദ്ദേഹം തമസിന്റെയും തിന്മയുടെയും ശക്തിയോട് നിരന്തരമായ പോരാട്ടം നടത്തുകയാണ്. ഈ ശക്തികളുടെ നേതാവ് അഹൂരമസ്തയുടെ പ്രതിയോഗിയായ അഹരിമാനാണ്. ലോകാവസാനത്തിൽ എല്ലാ മനുഷ്യാത്മാക്കളെയും പറ്റും അന്ത്യവിധി ഉണ്ടാകും. മരിച്ചുപോയവരെല്ലാം തദവസരത്തിൽ ഉയർത്തെഴുന്നേൽക്കപ്പെടുകയും അന്ത്യവിധി അനുസരിച്ച് നല്ലവർ സനാതന സ്വർഗത്തിലേക്കും ദുഷ്ടന്മാർ പിശാചുക്കളുടെ ലോകമായ നിത്യനരകത്തിലേക്കും പോവുകയും ചെയ്യും. മനുഷ്യന് സ്വതന്ത്രമായ ഇച്ഛാശക്തിയുണ്ടെന്നും അതിൻ്റെ പ്രേരണയനുസരിച്ച് മനുഷ്യൻ ഇഹലോകത്തിൽ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് പരലോകത്തിൽ പ്രതിഫലം ലഭിക്കുമെന്നുള്ള മൗലിക തത്വത്തിൽ പടുത്തുയർത്തിയതാണ് സ്വരാഷ്ട്രീയൻ മതം. സ്ഥിര പരിശ്രമം ചെയ്യുക, കരാറുകൾ പാലിക്കുക, ഭരണാധികാരികളെ അനുസരിക്കുക, സത്യം, പരസ്പര സ്നേഹം, ഭൂതദയ, ഔദാര്യം എന്നീ സൽഗുണങ്ങൾ ആർജിക്കുക, ദുരഭിമാനം, ദുരാഗ്രഹം, അലസത, വ്യഭിചാരം, ധാരാളിത്തം, കടവായ്പകളിൽ അന്യായ പലിശ വസൂലാക്കൽ എന്നീ ദുർഗുണങ്ങൾ വർജിക്കുക. ഇവയാണ് സ്വരാഷ്ട്രീയ മതത്തിൻ്റെ പ്രധാന തത്വോപദേശങ്ങൾ. ബഹുദൈവാരാധന, ജന്തുബലി, മന്ത്രവാദം, അന്ധവിശ്വാസങ്ങൾ എന്നിവയെ ഉന്മൂലനാശം ചെയ്യുക എന്നതായിരുന്നു സ്വരാഷ്ട്രീയരുടെ ലക്ഷ്യം. സ്വരാഷ്ട്രീയ മതത്തിൻ്റെ ലക്ഷ്യം. സ്വരാഷ്ട്രീയ മതം ദൈവ വെളിപാടിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കപ്പെട്ട മതമായിരുന്നു. തങ്ങളുടെ നേതാക്കന്മാർ വഴി ദൈവം സ്വരാഷ്ട്രീയൻ മതാനുയായികൾക്ക് മാത്രം വെളിപ്പെടുത്തി കൊടുത്തിട്ടുള്ള യഥാർത്ഥ സത്യത്തിൻ്റെ ഉടമസ്ഥത അവർക്കാണെന്ന് പേർഷ്യക്കാർ അവകാശപ്പെട്ടിരുന്നു. ഈ വെളിപാടുകൾ അവാസ്ത എന്ന ദിവ്യഗ്രന്ഥത്തിൽ ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പേർഷ്യക്കാർ വിശ്വസിച്ചിരുന്നത്. പേർഷ്യക്കാരുടെ ബൈബിളായ ഈ മതഗ്രന്ഥത്തിൽ സ്വരാഷ്ട്രയുടെ തത്വോപദേശങ്ങളും സ്തോത്രങ്ങളും അടങ്ങിയിരിക്കുന്നു. സ്വരാഷ്ട്രീയ മതത്തിൻ്റെ പവിത്രതയും മേന്മയും അതിൻ്റെ സ്ഥാപകനായ സ്വരാഷ്ട്രർ അന്തരിച്ചതോടുകൂടി അവസാനിച്ചു. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും വിഷാണുക്കളെ പോലെ അതിനകത്ത് കയറിപ്പറ്റി. പുരോഹിത മേധാവിത്വവും വൈദേശിക വിശ്വാസങ്ങളും അതിനെ മലീമസമാക്കി. ക്രമേണ സ്വരാഷ്ട്രീയ മതത്തിലെ പല അവാന്തര വിഭാഗങ്ങളുമുണ്ടായി. അതിലേറ്റവും പുരാതനം മിത്രമതമാണ്. മിത്രദേവനെ അഥവാ സൂര്യദേവനെ ആരാധിക്കുന്ന മതമായതുകൊണ്ടാണ് മിത്രമതം എന്ന പേര് വന്നത്. ആദ്യം കേവലം അപ്രധാന സ്ഥാനം മാത്രം വഹിച്ചിരുന്ന ഈ ദൈവം കാലക്രമത്തിൽ പേർഷ്യക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൈവമായിട്ട് അവരോധിക്കപ്പെട്ടു. BC 1-ാം നൂറ്റാണ്ടിൽ മിത്രമതത്തിന് റോമാ നഗരത്തിൽ സ്വാധീനം ലഭിക്കുകയും ഒടുവിൽ റോമാ സാമ്രാജ്യത്തിലെ ഏറ്റവും ജനസ്വാധീനമുള്ള മതമായി വളരുകയും ചെയ്തു. യഹൂദ മതത്തിലും ക്രിസ്തു മതത്തിലും സ്വരാഷ്ട്രീയ മതം ഗണ്യമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഇന്നും ജീവിക്കുന്ന പേർഷ്യക്കാരുടെ മതം സ്വരാഷ്ട്രീയ മതമാണ്. ഇത്രയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ 14-ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പ്രാചീന ഗ്രീക്ക് നാഗരികതയെക്കുറിച്ച് പറയാം. ഓക്കെ, താങ്ക് യു.